ക്രിസ്മസ് എക്സാമിന് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് 1+s² dy 2xy dx cot x dx എന്ന് പറയുന്നത്. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ലീനിയർ ഇക്വേഷനിലെ ക്വസ്റ്റ്യനാണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മുടെ ജനറൽ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? dy/dx പ്ലസ് py ഈക്വൽ ടു q ആണ് ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഏത് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, നമ്മളിപ്പോൾ പഠിക്കാത്ത ക്വസ്റ്റ്യനാണ്, നമ്മൾ ചെയ്യാത്തൊരു ക്വസ്റ്റ്യൻ ആണെങ്കിലും ആദ്യമേ അതിൻ്റെ ജനറൽ ഫോർമുല എഴുതുക. dy/dx പ്ലസ് py ഈക്വൽ ടു q. അതിന് അടുത്ത സ്റ്റെപ്പിൽ ആ ഒരു ഫോമിലേക്ക് അതിനെ മാറ്റണം. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമ്മൾ ഏതാണ് dy/dx എന്നാണ് വരുന്നത് അല്ലേ? പക്ഷേ ഇവിടെ dy മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഇതിനെ എല്ലാത്തിനെയും നമ്മൾ dx കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1+s² dy/dx then plus 2xy dx by dx equal to cot x dx divided by dx. dx കൊണ്ട് നമ്മൾ ആ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഫുള്ളായിട്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ dxും സെയിം ആണ്, അത് രണ്ടും ക്യാൻസലായി പോകും. ഈ dx നമുക്ക് ക്യാൻസലായി പോകും. ബാക്കി അപ്പോൾ നമ്മുടെ ജനറൽ ഫോർമുല ആയില്ലേ നോക്കിയേ, 1+s² dy/dx പ്ലസ് 2xy ഈക്വൽ ടു cot x ആയി. വീണ്ടും നോക്കുക, dy/dxൻ്റെ ഇവിടുത്തെ കോഎഫിഷ്യൻറ്റ് 1 ആണ്. അപ്പോൾ നമുക്ക് ഈ 1+s² അവിടെ വേണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 1+s² കൊണ്ട് വീണ്ടും നമ്മൾ ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ആൻസർ dy/dx വരും പ്ലസ് 2xy. ഇതിനെ 1+s² കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് ക്യാൻസലായി പോകും. ഇതിൻ്റെ താഴെ 1+s² വരും. ഇതിൻ്റെ താഴെ cot xൻ്റെ താഴെ 1+s² വരും. അപ്പോൾ നമ്മൾ എല്ലാത്തിനെയും എല്ലാ ഫംഗ്ഷനെയും ഈ 1+s² കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇതിനെ 1+s² കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1+s²ഉം 1+s² ക്യാൻസലായി പോകും. അപ്പോൾ ഇവിടെ dy/dx മാത്രം വരും. ഇവിടെ 2xy ഡിവൈഡഡ് ബൈ 1+s² വരും. ഈ cot xൻ്റെ താഴെ ഡിവൈഡഡ് ബൈ 1+s² വരും. ഇതൊക്കെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് ആ കൺസെപ്റ്റ് മനസ്സിലാക്കുക, അതിൻ്റെ ആദ്യം ഫസ്റ്റ് ഈ ഫോമിലേക്ക് മാറ്റുക. അപ്പോൾ അതിന് ആ ക്വസ്റ്റിനകത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യണോ അത് ആദ്യമേ ചെയ്യുക. അപ്പോൾ ആദ്യം ജനറൽ ഫോമിലാക്കി കിട്ടിയാൽ ബാക്കി ഓക്കെയാണ്. ഇനി നമ്മൾ നോക്കിക്കുക മക്കളെ, പി എന്ന് പറഞ്ഞാൽ എവിടെയാണ്? dy/dx ആയി ഈ y ഒഴിച്ച് ബാക്കി വരുന്നതാണ് ഇവിടെ പി എന്ന് പറഞ്ഞത്. പി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഏത് വരും? 2x ഡിവൈഡഡ് ബൈ 1+s² വരും. ഇനി q എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതാണ്. q ഈക്വൽ ടു cot x ഡിവൈഡഡ് ബൈ 1+s² വരും. അപ്പോൾ പി ആയി ഓൾറെഡി q ആയി. ഇനി നമ്മൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കണം. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? e⁻∫ pdx ആണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇൻ്റഗ്രൽ pdx കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ അവിടെ ഇട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നുകൂടെ വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് ആൻസർ എടുത്ത് എഴുതിയാലും മതി, കുഴപ്പമില്ല. അപ്പോൾ ഇൻ്റഗ്രൽ 2x ഡിവൈഡഡ് ബൈ 1+s² dx വരും. ഇവിടെ ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ 2 ആണ്, ഇവിടുത്തെ ഡിഗ്രി 1 ആണ്. അങ്ങനെ ഒരു പവർ കുറവാണെങ്കിൽ അപ്പോൾ ഈ താഴെ കിടക്കുന്ന ഡിനോമിനേറ്ററിനാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്. ഇത് എപ്പോഴും ചെയ്യുന്നൊരു ക്വസ്റ്റ്യനാണ്. t ഈക്വൽ ടു 1+s². കുറേ ക്വസ്റ്റിനകത്ത് വരുന്നതുകൊണ്ട് നന്നായി പഠിച്ചു വയ്ക്കുക. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് ഇവിടെ തന്നെ ഉണ്ട് അല്ലേ? 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആവും. 2x dx അങ്ങനെ തന്നെ അവിടെ നോക്കിയെന്ന് എഴുതിയാൽ മതി. s² ഡെറിവേറ്റീവ് 2x വരും, 1ൻ്റെ ഡെറിവേറ്റീവ് 0 വരും. അപ്പോൾ ഈ 2xനും dxനും പകരം നമ്മൾ ആരെ കൊടുക്കും? dt കൊടുക്കും. അപ്പോൾ നമ്മൾ dt ഡിവൈഡഡ് ബൈ t വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു log t വരും. log tയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഏതാണ്? 1+s² അല്ലേ? t അല്ലേ നമ്മൾ 1+s² കൊടുത്തേ. അപ്പോൾ log 1+s² വരും നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറിനകത്ത് പി കിട്ടും. അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ e⁻∫ pdx ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ pdx എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയേക്കണ log 1+s² ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഈ ഇയും ലോഗും ക്യാൻസലായി പോകില്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ എന്നാ? 1+s². ഈയുടെ പവർ എപ്പോൾ ലോഗ് വന്നാലും ബേസ് സെയിം ആയതുകൊണ്ട് അത് ക്യാൻസലായി പോകും ലോഗരിതത്തിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ 1+s² കിട്ടും. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ അപ്പോൾ നമ്മുടെ ജനറൽ സൊല്യൂഷനിലേക്ക് കൊടുത്താൽ പോരെ? y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു q ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു dx ആണ് നമ്മുടെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ നമ്മളവിടെ എഴുതും. 1+s² എഴുതി. q എന്ന് പറയണത് നമുക്ക് കിട്ടിയിട്ടുണ്ട് cot x ഡിവൈഡഡ് ബൈ 1+s² ആണ്. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടിയേക്കണത് 1+s² ഇൻറ്റു dx വരും. അപ്പോൾ നമ്മൾ ആ ഇക്വേഷനകത്ത് അതാത് സ്ഥാനത്ത് വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ 1+s²ഉം ഈ 1+s² ഓൾറെഡി എന്തായി പോകും? അവിടെ ക്യാൻസലായി പോകും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? y ഇൻറ്റു 1+s² ഈക്വൽ ടു cot x ഇൻറ്റു
ഡി എക്സ് വരും. അപ്പോൾ ഇവിടെ 1+s² ഈ 1+s² ക്യാൻസലായി പോയി. അപ്പോൾ നമുക്ക് കോട്ടക്സ് ഇൻറ്റു ഡി എക്സ് ആണ് വരുന്നത്. കോട്ടക്സ് ഇൻറ്റു ഡി എക്സ് അങ്ങനെ തന്നെ എഴുതി. അപ്പോൾ y ഇൻറ്റു 1+s² അങ്ങനെ തന്നെ വരും. കോട്ടക്സിൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം ലോഗ് മോഡ് സൈൻ എക്സ് ആണ്, പ്ലസ് ഇ വരും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് y ഇൻറ്റു 1+s² ലോഗ് മോഡ് സൈൻ എക്സ് പ്ലസ് ഇ വരും. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ടാൻ എക്സിനും ചോദിക്കാറുണ്ട്. അതൊരു എക്സാമ്പിൾ 1+s² dy/dx പ്ലസ് 2xy ഈക്വൽ ടു ടാൻ എക്സ് ചോദിക്കാറുണ്ട്. സെയിം മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഇത്. നമുക്ക് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ക്ലാസോറ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത 500ഓളം വരുന്ന ലൈവ് റെക്കോർഡഡ് വീഡിയോസ് 1999 രൂപയ്ക്ക് കുട്ടികൾക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇപ്പം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതുപോലെ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് എക്സാം ക്വസ്റ്റ്യൻസ് എല്ലാം കുട്ടികൾക്ക് ക്ലാസോറ എന്ന പ്ലാറ്റ്ഫോമിനകത്ത് ഫ്രീ ആയി കാണാവുന്നതാണ്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ക്ലാസോറ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനകത്ത് നമുക്ക് ഓരോരോ ഷോർട്ട് വീഡിയോസ് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് വരുന്ന ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഫ്രീ ആയി കാണാവുന്നതാണ്.